കോഴിക്കോട് സ്ത്രീക്കും 3 മക്കൾക്കും പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റെന്ന് പരാതി. ചേവായൂർ സ്വദേശി പുഷ്പ, പ്രിന്റു, മനുപ്രസാദ്, അൽഫാസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 3 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ്സിൽ കണ്ടക്ടർ മോശമായി പെരുമാറിയത് പരാതിപ്പെടാനെത്തിയ ഇവരെ പോലീസുകാർ മർദ്ദിക്കുകയായിരുന്നു. ചേവായൂർ എസ്ഐ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണ് മർദ്ദിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാർ അധിക്ഷേപിച്ച് ബസ്സിൽ നിന്നിറക്കി വിട്ടതിനെതിരെ പരാതി നൽകാനെത്തിയതായിരുന്നു ചേവായൂർ സ്വദേശിനി പുഷ്പ. എന്നാൽ പരാതി നൽകാനെത്തിയ ഇവരെ സ്വകാര്യ ബസ്സുകാരുടെ പക്ഷം ചേർന്ന് എസ്ഐ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് മർദ്ദിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ മകൻ മനുപ്രസാദ്, ബന്ധു പ്രിന്റു, മകന്റെ സുഹൃത്ത് അഫ്ലഹ് എന്നിവരെയും പോലീസ് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. അവിടെ പോയി കുറച്ച് ആൾക്കാർ വന്ന് അമ്മ നേരെ സ്റ്റേഷനിൽ അവിടെ ഉണ്ടായിരുന്നു, കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ലെവലിൽ. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ ഒരു കൂട്ടം പോലീസുകാർ വന്ന്, ഒരു യൂണിഫോം എന്നുള്ള പോലീസുകാരാണെന്നുള്ള അറിയില്ല, നേരെ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അമ്മനെ അവിടെ നിന്ന് മർദ്ദിച്ചത് നാട്ടുകാർ പറഞ്ഞിട്ട് ചേട്ടനും എല്ലാവരും അറിഞ്ഞ് അവിടെ പോയ സമയത്ത് അമ്മനെ മർദ്ദിക്കുന്നുണ്ട്. ഇവരെന്താന്നുള്ള സംഭവം അന്വേഷിക്കാൻ കയറിയത് ഇവരെയും മർദ്ദിച്ച് അവിടെ ഇട്ട് ഇവരെ 3 പേരെ സെല്ലിലടിച്ചവിടെ. പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട് മുതൽ സ്റ്റേഷൻ വരെയും പുഷ്പയെയും മക്കളെയും തല്ലുകയും വലിച്ചിഴച്ചതായും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. മർദ്ദിച്ചിട്ട് വലിച്ചയച്ചിട്ടാണ് സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സ്ത്രീനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. ഇത്രയും പ്രായമുള്ള സ്ത്രീ ലേഡി സ്ത്രീ പോലീസുകാരൊന്നും ഉണ്ടായിരുന്നില്ല, പുരുഷന്മാർ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴും ഞങ്ങൾ പുറത്ത് നാട്ടുകാരെല്ലാവരും പറഞ്ഞിരിക്കുന്നു, സുഖമില്ലാത്ത ആളാണ്, ഞങ്ങൾ അയൽവാസികളായതുകൊണ്ട് ഞങ്ങൾക്കറിയാം. മർദ്ദനത്തിൽ പുഷ്പ ബോധരഹിതയായതിനെ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം പരാതിക്കാർ സിവിൽ പോലീസ് ഓഫീസർമാരെ മർദ്ദിച്ചതായാണ് എസ്ഐയുടെ ആരോപണം. പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ചേവായൂർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ടി കെ സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.